സർ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒരു ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടിരിക്കുന്ന ഒരാൾ പാകിസ്ഥാനെ പോലെ ഒരു ശത്രു രാജ്യത്തിനോട് ആഭിമുഖ്യം പുലർത്തുക, അവിടെ ചെല്ലുക, അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കാണുക എന്നൊക്കെയുള്ളത് രാജ്യദ്രോഹ കുറ്റമായാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനറിയാം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെല്ലാം. അത് തീർച്ചയായും പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത് ചെന്നാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ കണ്ടാൽ അത് പങ്കുവയ്ക്കപ്പെടുമെന്നുള്ള കാര്യവും പകൽ പോലെ സത്യമായ ഒന്നാണ്. ഇവിടെയാണ് ആസാമിൽ നിന്നുള്ള MP, കോൺഗ്രസിന്റെ ലോക്സഭയിലെ രണ്ടാമൻ, രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെയുള്ള ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്. ഗൗരവ് ഗൊഗോയുടെ പേരാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതു മുതൽ, ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ചത് മുതലൊക്കെ ചർച്ചാ വിഷയമാകുന്നത്. ഗൗരവ് ഗൊഗോയുടെ ഭാര്യ പാകിസ്ഥാൻകാരിയാണ്, 2 മക്കൾ പാകിസ്ഥാനിലാണുള്ളത്. അവരവിടെ ഗൗരവ് ഗൊഗോയ് ഇടയ്ക്കിടെ ഭാര്യ വീട്ടിൽ പോകുന്നു, എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ പോകുന്നു, അവിടെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ കാണുന്നു. ഏറ്റവും ഒടുവിൽ ആസാമിൽ നിന്നുള്ള MP കൂടിയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഗൗരവ് ഗൊഗോയ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹിയായി മാറുകയാണോ? കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര എന്നുള്ള ചാരസുന്ദരിയും ഗൗരവ് ഗൊഗോയും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നീതു ഉന്നയിച്ചത്. ഇതിലെ ഒരു കാര്യമുള്ളത്, നീതു പറഞ്ഞതിലുള്ള ഒരു 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 പോരായ്മ, ഈ ഗൗരവ് ഗൊഗോയുടെ ഭാര്യ പാകിസ്ഥാൻ പൗരയല്ല, അവർ അമേരിക്കക്കാരിയാണ്. പക്ഷെ അവര് ഇസ്ലാമാബാദ് ബേസ്ഡ് ആയിരുന്നു കുറെ വർഷങ്ങളായിട്ട്. അതാണ് അതിന്റെ ഒരു ഒരു വസ്തുത. ഇവിടുത്തെ നമ്മളെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നം, കോൺഗ്രസ് പാർട്ടി ഇന്നിപ്പോ ഇന്ത്യക്കൊപ്പമാണോ അതോ പാകിസ്ഥാനൊപ്പമാണോ? എനിക്കൊക്കെ ചോദിക്കാൻ തോന്നുന്ന ചോദ്യം അത് തന്നെയാണ്. ഗൗരവ് ഗൊഗോയിയെ കുറിച്ചുള്ള ആരോപണം ഉയർന്നിട്ട് ആഴ്ചകളായി. അദ്ദേഹം പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യയുടെ അട്ടാറി ബോർഡറിലൂടെ പാകിസ്ഥാനിലേക്ക് പോവുകയും 15 ദിവസം അവിടെ ചെലവഴിക്കുകയും ചെയ്തു എന്നുള്ള വസ്തുത ചൂണ്ടിക്കാണിച്ചത് നിസ്സാരക്കാരനല്ല, ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. ഗൗരവ് ഗൊഗോയ് ആസാമിൽ നിന്നുള്ള MP ആണ്, 3ാമത്തെ ടേമിലുള്ള MP ആണ്, കോൺഗ്രസിന്റെ ലോകസഭയിലെ ഉപനേതാവാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഏതാണ്ട് 2001 മുതൽ 16 വരെ 15 വർഷക്കാലം ആസാമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു തരുൺ ഗൊഗോയ്. അങ്ങനെയുള്ള ഒരാള് രഹസ്യമായി പാകിസ്ഥാനിൽ പോവുകയും 15 ദിവസം തങ്ങുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് അന്ന് ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരാം പിന്നീട് എന്ന് അന്ന് ആസാം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇന്നലെ ഇപ്പൊ അദ്ദേഹം മറ്റൊരു ഒരു സ്ഫോടനാത്മകമായ വിവരമാണ് മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാനിലേക്ക് പോയത് ISIയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് എന്നാണ്, പാകിസ്ഥാന്റെ സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് എന്നാണ്. ISI നമുക്കറിയാം പാകിസ്ഥാന്റെ ചാര സംഘടനയാണ്. അപ്പൊ ചാര സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയുടെ ലോകസഭയിലെ കോൺഗ്രസിന്റെ ഉപനേതാവ് പാകിസ്ഥാനിൽ പോവുകയും 15 ദിവസം തങ്ങുകയും ചെയ്തു എന്ന് വന്നാൽ അതിന് സാധാരണയിൽ കവിഞ്ഞ പ്രാധാന്യമുണ്ട്. ഇത് കോൺഗ്രസുകാർക്ക് അറിയാത്തതാണോ? അവരറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെ 15 ദിവസം അവരുടെ പാർട്ടിയുടെ ലോകസഭയിലെ ഉപനേതാവ് പാകിസ്ഥാനിൽ പോകുമ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്ത് പാർട്ടിയാണ്, എന്ത് നേതൃത്വമാണ് അതിനുള്ളത്? അതൊക്കെ കഴിഞ്ഞ് ആസാമിലെ മുഖ്യമന്ത്രി BJP-കാരനായ പഴയ കോൺഗ്രസുകാരനായ ഹിമന്ത ബിശ്വ ശർമ്മ ഇക്കാര്യം ഉന്നയിച്ചപ്പോ ഈ ഗൊഗോയിനോട് വിളിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായോ? വിശദീകരണം തേടിയോ ഗൊഗോയിൽ നിന്ന്? ഇതൊന്നും വ്യക്തമല്ല. അതിനേക്കാൾ ഗൗരവതരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ അടുത്ത ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ തീരുമാനിച്ചിരുന്നു. മുൻ MP-മാര്, മുൻ അംബാസഡർമാര്, മുൻ മന്ത്രിമാര്, അങ്ങനെയുള്ള എല്ലാ പാർട്ടികളിൽപ്പെട്ടവര്.
ആ സംഘത്തിലേക്ക് കോൺഗ്രസ് നിയോഗിച്ച 4 പേരിൽ ഒരാള് ഗൗരവ് ഗൊഗോയിയാണ്. വേറൊരാള് കർണാടകത്തിൽ നിന്നുള്ള ഒരു MP, അദ്ദേഹം ഖാർഗെയുടെ വിശ്വസ്തനാണ്. അപ്പൊ ഈ ഗൗരവ് ഗൊഗോയിയുടെ പാക് ബന്ധത്തെ കുറിച്ച് വ്യക്തമായ സൂചനകള് പബ്ലിക് ഡൊമൈനിൽ വന്നതിന് ശേഷവും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം ഇതേ വ്യക്തിയെ തന്നെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലേക്ക് നിയോഗിച്ചു? അപ്പോ അതിലൊരു ദുഷ്ടലാക്കില്ലേ? അതിലൊരു സംശയം ഉയരുന്നില്ലേ? കോൺഗ്രസിന്റെ സമീപനം രാജ്യവിരുദ്ധമാണ് എന്നുള്ള തോന്നല് പൊതുവെ പബ്ലിക് ഡൊമൈനിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ചെറിയ പ്രശ്നമായിട്ട് ഇതിനെ കാണാനും കഴിയില്ല രാജ്യത്തിന്. ഇന്നലെ ഹെമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു കത്ത്, അതായത് ഈ ഗൊഗോയെ പാകിസ്ഥാനിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടുള്ള കത്തിന്റെ വിവരങ്ങൾ തന്റെ പക്കലുണ്ട് എന്നാണ്. അപ്പൊ ഇതിന് ഫർദർ എൻക്വയറി നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ അന്താരാഷ്ട്ര ഏജൻസികൾ അതിന്റെ പിന്നാലെ പോകാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇത് ഉയർത്തുന്ന സംശയം എന്താ? ഇത് ഉയർത്തുന്ന ആക്ഷേപം എന്താ? കോൺഗ്രസുകാരെ എങ്ങനെ വിശ്വസിക്കാം എന്നതല്ലേ? കോൺഗ്രസിന്റെ ചെയ്തികളെ എങ്ങനെ സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു എന്നല്ലേ? ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ ഇതിനു മുമ്പ് ഈ രാജ്യം ചർച്ച ചെയ്തതാ. വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഒരു പ്രസ്താവന വളച്ചൊടിച്ച് വക്രീകരിച്ച് പാകിസ്ഥാന് മുൻകൂറായി സന്ദേശം നൽകി യുദ്ധത്തിന് മുമ്പ് എന്നുള്ള ഒരു പ്രസ്താവനയുമായിട്ട് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളും അത് രാഷ്ട്രീയമായിട്ട് BJPക്ക് എതിരാക്കാം, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ വിമർശിക്കാം. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ഗോ എഗൻസ്റ്റ് ദ കൺട്രി. ഇവിടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ നിലപാടുകൾക്ക് എതിരായിട്ടുള്ള സ്റ്റാൻഡ് കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോ ഈ കോൺഗ്രസ് അന്ന് സ്വീകരിച്ച, രാഹുൽ ഗാന്ധി ഇതുവരെ സ്വീകരിച്ച നിലപാടുകളെ ഗൗരവ് ഗൊഗോയിയുടെ പാക് ബന്ധവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ നമ്മളൊക്കെ നിർബന്ധിതമാകില്ലേ? രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് കോൺഗ്രസിനെതിരായിട്ടുള്ള ആരോപണമായിട്ടല്ല കാണേണ്ടത്. ഇതൊരു രാജ്യ സുരക്ഷയുടെ പ്രശ്നമാണ്, രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതൊരു ഒരു ചാരപ്രവൃത്തി ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാവ് പാകിസ്ഥാനിൽ പോയി എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ നാണക്കേട് ഇന്ത്യക്ക് കൂടിയല്ലേ? ഇന്ത്യയുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ഉപനേതാവല്ലേ ഈ പോയിട്ടുള്ള ആള്? ഈ തരത്തില് ഒരു രാഷ്ട്രീയ നേതാവിന് പെരുമാറാൻ കഴിയുമോ? ഇതൊക്കെ രാജ്യം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ വിശദീകരിക്കേണ്ടത്, ഇത്ര വലിയ ആരോപണം വന്ന സ്ഥിതിക്ക് കോൺഗ്രസ് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ബാധ്യതയുണ്ട് കോൺഗ്രസിന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിന് ISIയുമായിട്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അത് ഈ ഗൗരവ് ഗൊഗോയിൽ മാത്രം ഒതുങ്ങുന്നതാണോ? എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഗൗരവ് ഗൊഗോയെ ഇത് സംബന്ധിച്ച് ശാസിച്ചില്ല പരസ്യമായിട്ട്? എന്തുകൊണ്ട് ഗൗരവ് ഗൊഗോയിൽ നിന്ന് പരസ്യമായിട്ട് വിശദീകരണം തേടിയില്ല? എന്തുകൊണ്ട് ഗൗരവ് ഗൊഗോയെ ലോക്സഭയിലെ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല? ഈ പ്രശ്നങ്ങളിലൊക്കെ തെളിവുകൾ ഗൗരവ് ഗൊഗോയ്ക്ക് എതിരാണെങ്കിൽ അയാളോട് ലോക്സഭാ അംഗത്വം രാജിവെക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല?
ഇത് ഗൗരവമുള്ള പ്രശ്നമാണ്. രാജ്യം കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. കോൺഗ്രസുകാരനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി, BJP മുഖ്യമന്ത്രി. ഇവരുടെയൊക്കെ പ്രവർത്തനം, ശൈലി, ചെയ്തികള് നന്നായിട്ട് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹത്തിന് ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും അറിയുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്. പക്ഷെ ഞാനത് മറ്റൊരു വേളയിൽ കൂടുതൽ ഉന്നയിക്കാം, വിവരങ്ങൾ പരസ്യമായിട്ട് പറയാം. അപ്പൊ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ എവിടം വരെ എത്തി എന്നറിയാനുള്ള ജിജ്ഞാസ തന്നെ ഉണ്ടാവും ഒന്ന്. അതിലുപരി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മനസ്സിലുള്ളത് കോൺഗ്രസുകാര്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു, എന്ത് നിലപാടാണ് പരസ്യമാക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഇത് ഒരു രാജ്യദ്രോഹ പ്രശ്നമാണോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ കോൺഗ്രസുകാരൻ മുതിരേണ്ടതില്ല. പാകിസ്ഥാനിലേക്ക് ഒരു വിനോദസഞ്ചാരിയായിട്ട് പോകാൻ ഒരു കോൺഗ്രസുകാരൻ മുതിരേണ്ടതില്ല, കോൺഗ്രസ് MP മുതിരേണ്ടതില്ല. പക്ഷെ കോൺഗ്രസ് MPക്ക് പാകിസ്ഥാന്റെ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ആദ്യത്തെ കത്താവണമെന്നില്ലല്ലോ. അതും നമ്മൾ രാജ്യം പരിശോധിക്കും, അതിന്റെ വിവരങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായും. എന്തായാലും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം, ജയശങ്കറിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തെ വിമർശിച്ച, അദ്ദേഹം രാജിവെക്കണമെന്ന് പോലും ആക്രോശിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാള് സ്വന്തം ലോക്സഭയിലെ രണ്ടാമനായ MP-യെ, സ്വന്തം പാർട്ടിയുടെ ഉപനേതാവിനെയൊക്കെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഗൗരവ് ഗൊഗോയ് എന്തിനു പോയി, അല്ലെങ്കിൽ ആരെയൊക്കെ സന്ദർശിച്ചു എന്നുള്ളതിന് കോൺഗ്രസ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആസാം മുഖ്യമന്ത്രിയുടെ ചില ചോദ്യങ്ങൾ. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.